ഹായ് എല്ലാവർക്കും ഡാസ്ലിംഗ് വേൾഡ് ഓഫ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പമാണിത്. നമ്മൾ ചോറ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. തൃശ്ശൂർ സ്റ്റൈലിൽ കിണ്ണത്തപ്പം, അതായത് ആവിയിൽ വേവിച്ചെടുക്കുന്ന കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കൂ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 കപ്പോളം ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏത് ചോറ് വേണമെങ്കിലും നമുക്ക് ഈ റെസിപ്പിക്ക് ഉപയോഗിക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ 1 കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം. അതിൽ 1/2 കപ്പോളം തേങ്ങാപ്പാൽ നമുക്കിപ്പോൾ ഈ അരക്കണേൻ്റെ ഒപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മൈദ ചേർക്കാൻ ആഗ്രഹമില്ലാത്തവർക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഹൽവ കുറച്ചും കൂടെ ഒരു ഇത്തിരി കട്ടിയിൽ വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അരിപ്പൊടി ആയാലും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ 4 ടേബിൾ സ്പൂൺ വെച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ഇവിടെ ഒരു 1/4 ടീസ്പൂണോളം നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഈ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഏലക്കയുടെ ഫ്ലേവറാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് എല്ലാം കൂടെ നല്ല മഷി പോലെ, അതായത് തീരെ തരി ഇല്ലാതെ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 200 ഗ്രാമോളം ശർക്കര എടുത്ത് അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. നമ്മുടെ ശർക്കര പാനി നമ്മൾ ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനുശേഷം ഇത് അരിച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കാനുള്ള ഒരു പാൻ എടുക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുള്ളത്. ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചോറും മൈദയൊക്കെ ഇട്ട് അരച്ച് വെച്ചിട്ടുള്ള ഒരു കൂട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ആ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക, കൂടാൻ പാടില്ല. അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ കട്ടയൊന്നും പിടിക്കാതെ നോക്കണം. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ കൂട്ട് നന്നായിട്ട് ഒന്ന് കുറുകി വരുന്നുണ്ട്, നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നോൺ സ്റ്റിക്ക് പാനൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ എപ്പോഴും ഇതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണമെന്നില്ല. പക്ഷേ നമ്മൾ വേറെ ഏതെങ്കിലും പാനൊക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ നന്നായിട്ട് പിടിക്കും. ഇപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഒന്ന് തിളച്ച് ഇതേപോലെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നെയ്യുടെ അളവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ഒരു ഇഷ്ടാനുസരണം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മുടെ ആരോഗ്യം എല്ലാം കണക്കിലെടുത്ത് വേണം നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാനിതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പം നെയ്യ് അധികം ചേർക്കാൻ ആഗ്രഹമില്ലാത്തവർ അധികം ചേർക്കണ്ട കേട്ടോ. ഇപ്പം ഞാനിവിടെ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്, ബാക്കി നമ്മൾ പിന്നീടാണ് ചേർക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ മാറ്റി ഇട്ടിട്ട് വേണം നമ്മളിത് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറുകും തോറും ഇതിൻ്റെ കളറ് നന്നായിട്ട് മാറി വരും. അതേപോലെ തന്നെ നല്ല തിക്കായി വന്നുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ട് കുറേശ്ശെ ഒന്ന് നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരിവായിട്ടുണ്ട്. അടിയിലൊക്കെ പിടിക്കുന്നുണ്ട് എന്നൊക്കെ തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുക. ഇവിടെ 1 ടീസ്പൂണോളം നെയ്യും കൂടെ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടി ഇതേപോലെ ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ മാറ്റി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, പാനിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടു പോകുന്ന ഒരു പരുവത്തിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയമാകുമ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കിണ്ണത്തപ്പം നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പാനിൽ കണ്ടോ ഇങ്ങനെ ഓടി കളിക്കുന്നത് കണ്ടോ, നമ്മുടെ പാനിലൊന്നും ഒട്ടി പിടിക്കാതെ നമ്മളിങ്ങനെ നമ്മുടെ കയ്യിലോണ്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ റൗണ്ട് അടിച്ച് വരുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു പരിവായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ ആ കൺസിസ്റ്റൻസി ഒക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു സ്റ്റീൽ പ്ലേറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേക്ക് ടിന്നോ ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം കേട്ടോ. അതിലേക്ക് നെയ്യ് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. നെയ്യുടെ പകരം നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയാലും ഉപയോഗിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മളിവിടെ കുറച്ച് കശുവണ്ടിയും കാഷ്യൂനട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിന് മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്കൊരു സ്പൂണിൽ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണ എന്തെങ്കിലും പുരട്ടിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ കിണ്ണത്തപ്പം നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല സ്മൂത്തായിട്ട് നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 2 മണിക്കൂറോളം തണുക്കാൻ വേണ്ടി വയ്ക്കുക. അതിൻ്റെ ചൂടൊക്കെ ആറുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചൂടൊക്കെ ഇപ്പോൾ ആറിയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ കിണ്ണത്തപ്പം. ഇനി നമുക്ക് ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് നമുക്കൊന്ന് കമഴ്ത്തി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ കിണ്ണത്തപ്പം. അങ്ങനെ നമുക്ക് ഇത് മുറിച്ച് നോക്കാം. അപ്പോൾ മുറിച്ച് നോക്കി കഴിച്ചപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു കിണ്ണത്തപ്പമാണ് കേട്ടോ. അത് ശരിക്കും വായിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അലിഞ്ഞു പോകുന്ന ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിലിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കിട്ടും. Thank you.